ഷാഫി പറമ്പലിനെതിരായ പോലീസ് ആക്രമണത്തിൽ നടപടി വേണ്ടെന്ന നിലപാടിൽ ആഭ്യന്തര വകുപ്പ്. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുടെ ആവശ്യമില്ലെന്ന നിലപാട്. സംഭവിച്ചത് സ്വാഭാവികമായ നടപടിക്രമത്തിന്റെ ഭാഗമാണെന്നും ആഭ്യന്തര വകുപ്പ്. പോലീസ് ഇടപെട്ടത് സംഘർഷം ഒഴിവാക്കാനാണെന്നും നിലവിലെ സാഹചര്യത്തിൽ നടപടി ആവശ്യമില്ലെന്നും വിലയിരുത്തൽ. ദിസ്ന സുരേഷ് തുടരുന്നുണ്ട്. ദിസ്ന, ഈ ഷാഫി പറമ്പലിന് പരിക്കേറ്റു അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റു എന്നത് കോൺഗ്രസിന്റെ ആരോപണമാണ്. മാത്രമല്ല, ഇതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് UDF പ്രവർത്തകർ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നടത്തിയ മാർച്ചിനകത്ത് വ്യാപകമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നടപടി ഉണ്ടാകില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് സംഘർഷം ഒഴിവാക്കാനുള്ള നടപടി എന്ന നിലയിലാണോ ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിന്റെ പുറത്ത് ജാഥകൾ നടക്കുന്നു. അതിനിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് സമരമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടി ഉണ്ടാവുമ്പോൾ അതിനിടയിൽ നടന്ന അതായത് പോലീസിന്റെ ഇടപെടൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ താഴെത്തട്ടിൽ ഉൾപ്പെടെ അന്വേഷണത്തിൽ കൂടുതൽ എന്തെങ്കിലും, അതായത് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. അതായത് പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അത്തരത്തിൽ അതൊക്കെ തന്നെയും വിശകലനം ചെയ്തു മാത്രമേ ഈ സംഭവത്തിൽ നടപടി ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള നടപടിക്കും പോകേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പുള്ളത്. അതുമാത്രമല്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ അതായത് പോലീസുകാർ ഡ്യൂട്ടിയിലായിരുന്നു. അത്തരത്തിലൊരു തടസ്സമുണ്ടാവുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചു എന്ന രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് എത്തിയിട്ടുള്ളത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഈ ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റു എന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ആ മാർച്ചിലൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, ഷാഫി പറമ്പലിന് ലാത്തി ചാർജിൽ പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കേണ്ടതില്ല, അതൊരു സ്വാഭാവികമായ നടപടിക്രമത്തിന്റെ ഭാഗമായിരുന്നു അന്നത്തെ സംഭവമെന്നും സംഘർഷം വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് അത്തരത്തിൽ ഇടപെട്ടതെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.